ഹലോ, നമ്മൾ 2 മാങ്ങ എടുത്തിട്ടുണ്ട് അച്ചാറിടാനായിട്ട്. മാങ്ങയിലേക്ക് ആവശ്യത്തിന് പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ വേപ്പില. ഇത് മൂന്നോരടുത്തേക്ക് തന്നെ നമ്മൾ ഇന്നലെ വടക്കപ്പുളി നാരങ്ങ അച്ചാറിട്ടിരുന്നു. അപ്പോൾ അതുപോലെ മാങ്ങ 2 മാങ്ങയേ ഉള്ളൂ, എന്നാലും ചെറുതായിട്ടൊന്ന് അച്ചാറിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി വെച്ചു. വെളിച്ചെണ്ണയിൽ തന്നെയാണ്, നല്ലെണ്ണ ഒന്നുമല്ല, വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു. ആ സമയത്ത് കറണ്ട് പോയിട്ടോ, അപ്പോൾ നമ്മൾ മൊബൈലിൻ്റെ ടോർച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്തായാലും ചെയ്തു തുടങ്ങിയല്ലോ, പിന്നെ നമ്മളത് ഓഫാക്കിയില്ല. അപ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയൊക്കെ ഇട്ടു. അതൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ, നന്നായിട്ട് ഒന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് മുളക് പൊടി ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ആകെ 2 മാങ്ങയുള്ളൂ കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ഇടുന്നത്. ഈ മുളക് പൊടിക്ക് അത്ര അധികം എരിവില്ല, പക്ഷേ കളർ കണ്ടാൽ നല്ല കളറുണ്ട്, പക്ഷേ എരിവ് കുറച്ച് കുറവാണ്. കാശ്മീരി ചില്ലിയുടെ ഒക്കെ മോഡലാണ്. അപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. ആ മുളക് പൊടി ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ മാങ്ങ ഇടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് മാങ്ങയിൽ ഒരു ദിവസം നന്നായിട്ട് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ്. പക്ഷേ നമ്മൾ ഇൻസ്റ്റൻ്റാണ്, അപ്പം തന്നെ ഉണ്ടാക്കുന്ന അച്ചാറാണ്. അപ്പോൾ നമ്മൾ നന്നായി ഇളക്കി, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ഈ മാങ്ങ അതിലേക്ക് ഇട്ടു. അങ്ങനെ മാങ്ങയും ഈ മസാലയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഇതിൽ നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കണില്ല കേട്ടോ, തനി നാടനാണ്, ഒരു ടിപ്സും ചേർക്കണില്ല. വെറുതെ ഒരു സിമ്പിളായിട്ടുള്ള അച്ചാറാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ എന്നും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് സിമ്പിളായിട്ടുള്ളത് അപ്പം ഉണ്ടാക്കിയിട്ട് എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് ചോറിന് ഒരു അച്ചാർ വേണം തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാറാണ്. അങ്ങനെ നന്നായി ഇളക്കി യോജിപ്പിച്ചു. ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അത് ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചൊറുക്ക ചേർത്തിട്ടുണ്ട്. വിനാഗിരി ചേർത്തു, ഒന്ന് ജസ്റ്റ് ഒന്ന് ലൂസാക്കിയെടുത്തു. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ അപ്പം തന്നെ ഓടി വന്നു. വീട്ടിലൊരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ മാങ്ങച്ചാർ ഉണ്ടാക്കിയതേ ഓർമ്മയുള്ളൂ. പെട്ടെന്ന് തന്നെ സാധനം തീർന്നു.